സാംസങ് ക്രെഡിറ്റ് കാർഡ് പുറത്തിറങ്ങിയാണ്. അപ്പോൾ ഇന്നലെ റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ആക്സിസ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ സാംസങ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി നമ്മുടെ പുറത്തൊക്കെ ആപ്പിളിനും ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സാംസങ്ങിനുണ്ട് പുറത്തൊക്കെ ക്രെഡിറ്റ് കാർഡുകൾ, ആപ്പിളിനും ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സാംസങ് ക്രെഡിറ്റ് കാർഡ് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആപ്പിളും ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. എന്താ വെച്ചാൽ കോമ്പറ്റീഷൻ ആണല്ലോ അല്ല. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ക്യാഷ് ബാക്ക് കിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ആക്സിസ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് സാംസങ് പുറത്തിറക്കുന്നത്. അത് 2 വേർഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് സിഗ്നേച്ചർ കാർഡും ഇൻഫിനിറ്റി കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് ശരിക്കും ക്യാഷ് ബാക്ക് കിങ് തന്നെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. അതായത് ക്യാഷ് ബാക്ക് കാർഡിൽ ഇപ്പോൾ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ആമസോൺ പ്രൈം, ആമസോൺ പേ, ICICI ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ തന്നെ ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡും പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങി നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡൊക്കെയാണ് ഫേമസ് ആയി നിൽക്കുന്ന കുറച്ച് ക്യാഷ് ബാക്ക് കാർഡുകൾ. അപ്പോൾ അതിൽ ശരിക്കും ഈ കാർഡ് ശരിക്കും ജസ്റ്റിഫൈഡ് ആണോ, ശരിക്കും ഇത് എടുത്തുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ, ശരിക്കും ഒരു 10% ക്യാഷ് ബാക്ക് ഒക്കെ എല്ലാത്തിലും പറയുന്നുണ്ട്. അതും എന്താ പറയുക ക്യാപ്പിംഗ് ഇല്ലാണ്ടും അൺലിമിറ്റഡ് ആയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ആക്ച്വലി ഇന്നലെയാണ് ലോഞ്ച് ആക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയത് നിങ്ങൾക്ക് URL ഉണ്ടായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. അതാണ് എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. 𝙤𝙤𝙬𝙁 എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മൾ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂയും അതുപോലെ തന്നെ എന്താ പറയുക ആയുർവേദിക് സപ്ലിമെൻറ്റ്സിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുഡ്സിൻ്റെ ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും കണ്ടു നോക്കുക. ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടും. 𝙤𝙤𝙬𝙁 ഞാൻ അവിടെ എഴുതി കാണിക്കുന്നത് ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാംസങ്ങും ആക്സിസ് ബാങ്കും ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. ഒരെണ്ണമല്ല 2 ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സാംസങ് ആക്സിസ് ബാങ്ക് സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ക്രെഡിറ്റ് കാർഡുമാണ് ഇറക്കിക്കുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം പ്രീമിയവും ഒരെണ്ണം എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡാണ്. അതാണ് 2 ഇറക്കിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഫേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്തായാലും പറയാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ജോയിൻ ഫീസ് പറയാം. ജോയിൻ ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും പറയാം. 2 ക്രെഡിറ്റ് കാർഡിനും പറയാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡാണ്. അതായത് ആക്സിസ് ബാങ്ക് സാംസങ് ആക്സിസ് ബാങ്ക് സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡ്. അതിന് നമുക്ക് ജോയിൻ ഫീസ് വരുന്നത് 500 പ്ലസ് GST ആണ് വരുന്നത്. അതുപോലെ തന്നെ ജോയിൻ ഫീസും ആനുവൽ ഫീസും സെയിം ആയിട്ട് തന്നെ വരുന്നത്. ഇപ്പോൾ ഇത് ഇൻഫിനിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് 5000 പ്ലസ് GST ആണ് ഈ രണ്ടെണ്ണം, ജോയിൻ ഫീസും ആനുവൽ ഫീസും. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനും ഒരു ഡിഫറൻസുകൾ കണ്ടായിരിക്കും. മറ്റേ 5000 എന്ന് പറയുമ്പോൾ അത് പ്രീമിയം കാർഡാണ്. പിന്നെ ഇതിൻ്റെ രണ്ടെണ്ണത്തിലൊരു കോമൺ എന്താ പറയുക ഓഫേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10% ഡിസ്കൗണ്ട് നമുക്ക് ഓൺലൈനായാലും ഓഫ്ലൈൻ സ്പെൻഡ് ആയാലും നമുക്ക് കിട്ടും. അത് പക്ഷേ ഒരു കുഴപ്പമുണ്ട് അതിൽ. അത് നമ്മൾ സാംസങ് പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ അതും നമുക്ക് ഇയർലി ക്യാപ്പിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ എന്താ പറയുക സിഗ്നേച്ചർ കാർഡിലാണെങ്കിൽ നമുക്ക് 10,000 ആണ് മാക്സിമം കിട്ടുള്ളൂ. അത് മന്ത്ലി ലിമിറ്റും ഉണ്ട്, 2500 ലിമിറ്റ് വരുന്നുണ്ട്. അപ്പോൾ മറ്റേ ഇൻഫിനിറ്റ് ആണെങ്കിലും അത് 20,000 ആണ്. അപ്പോൾ അങ്ങനെ ക്യാപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബോർ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് SBIയുടെ ക്യാഷ് ബാക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി 10,000 വരെ കിട്ടാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക്. പിന്നെ സാംസങ് പ്രൊഡക്ട്സിന് മാത്രമല്ലോ, നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിലോ ഓൺലൈൻ സ്റ്റോറിലോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറായിട്ടുള്ള സ്റ്റോറിലോ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊന്നും പറ്റാവുന്നത് പറയുന്നത് ആകെ ഒരു ഫ്ലിപ്കാർട്ട് മാത്രമല്ലോ. ബാക്കി ഒന്നിലും ഇവരുടെ കാർഡിന് ഈ ഓഫർ കിട്ടില്ല. അപ്പോൾ അതും ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താ വെച്ചാൽ ആക്സിസ് ബാങ്ക് ഓൾറെഡി ടൈപ്പ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലിപ്കാർട്ടിൽ മാത്രം അവർ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു നെഗറ്റീവ് തന്നെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. മറ്റേ സിഗ്നേച്ചർ കാർഡ് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ഇൻഫിനിറ്റി കാർഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 5000 പ്ലസ് GST എന്ന് വെച്ച് നോക്കുമ്പോൾ അതിന് തരുന്ന ഒരു എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ആക്ച്വലി ഇവർ തരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വേറെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഞാൻ റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെൽക്കം ബെനിഫിറ്റിൻ്റെ കാര്യം പറയുമ്പോഴും അത് നമുക്ക് കിട്ടുന്നുണ്ട്. സിഗ്നേച്ചർ കാർഡിലാണെങ്കിൽ നമുക്ക് 2500 റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട്. മറ്റേ നമുക്ക് 30,000 ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ആക്ച്വലി അത് അവൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ 3 ട്രാൻസാക്ഷൻ ചെയ്യണം കേട്ടോ. അതും ഒരു നെഗറ്റീവ് എന്നാണ് പറയുന്നത്. വെച്ചാൽ നോർമലി ബാക്കിയല്ല ഒരു ട്രാൻസാക്ഷൻ കൊടുക്കാറ്, ഇത് 3 ട്രാൻസാക്ഷനാണ്. അപ്പോൾ അതും ഒരു നെഗറ്റീവാന്ന് പറയാം. പിന്നെ റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഓരോ 100 റുപ്പീസ് പെന്നിനും നമ്മുടെ സിഗ്നേച്ചർ കാർഡിൽ 10ഉം മറ്റേൽ നമുക്ക് 15ആണ് കിട്ടുന്നത്. അത് റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൻ്റെ വാരിങ് വരുന്നുണ്ട്. അത് നമുക്ക് ആക്ച്വലി റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. നമ്മൾ സെപ്പറേറ്റ് വേറെ റിഡീം ചെയ്യാനും ചെയ്യുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നമുക്ക് പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ കുറേ കാർഡുകൾ അത് ആ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ നമ്മൾ റീസെൻ്റ്ലി അൺബോക്സ് ചെയ്ത നമ്മുടെ സ്നാപ്ഡീലിൻ്റെ BOB കാർഡൊക്കെ എല്ലാ റിവാർഡ്സ് പോയിന്റ് അങ്ങനെ തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആഡ് ആയിക്കോളും. അത് മൈനസ് ചെയ്ത് നമ്മൾ ബാക്കി അടച്ചാൽ മതി.
അപ്പോൾ അത് ഇവർ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവമൊന്നുമല്ല. അപ്പോൾ അതും ഒരു പക്ഷേ അത് പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ അതും വലിയ ഒരു ഫീച്ചറായിട്ട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറയുന്നത് നമുക്ക് എയർപോർട്ട് ലോഞ്ചിൻ്റെ കാര്യമാണ്. നമുക്ക് സിഗ്നേച്ചർ കാർഡിലാണെങ്കിൽ നമുക്ക് 4 എയർപോർട്ട് ലോഞ്ച് ഫ്രീ കിട്ടുന്നുണ്ട്. ഇൻഫിനിറ്റിലാണെങ്കിൽ നമുക്ക് 8 കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ഡൊമസ്റ്റിക് കണ്ടൻറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ ഇൻഫിനിറ്റിൽ നമുക്കൊരു എന്താ പറയുക 6 ഇൻ്റർനാഷണൽ ഒരു ലോഞ്ചസസ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. അതായത് നമുക്കൊരു ഇൻഫിനിറ്റി പാസ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ശരിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഒരു നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ നമുക്കൊരു 1 ഇയറിൻ്റെ 𝙂𝙑 ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. ശരിക്കും ആക്ച്വലി ഈ 6 മന്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആക്ച്വലി ആമസോൺ ഐസിഐസിഐ കാർഡ് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതൊരു ഫ്രീ കാർഡായിട്ട് അതിൻ്റെ കൂടെ 6 മാസം കിട്ടുന്നുണ്ട്. 6 മാസമാണ് 3 മാസമാണ് സംശയം ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യട്ടെ സംശയമുള്ളവർ. എനിക്ക് തോന്നുന്നത് 6 മാസം അല്ലെങ്കിൽ 3 to 6 ഏതോലാണ് അല്ല 3 months തന്നെയാണ് ഉറപ്പാണ് 3 months ആണ്. പക്ഷെ എന്നാലും അത് ഒരു 3 months കൊടുക്കുന്നുണ്ട്. അതും ഫ്രീ കാർഡായിട്ട് ഇവർ അത് 5000 രൂപ വാങ്ങിച്ചിട്ട് 1 year ആണ് കൊടുക്കുന്നത്. പക്ഷേ അതെനിക്ക് തോന്നുന്നത് കേരളത്തിൽ വലിയ യൂസ് ഇല്ലെന്നുണ്ടെന്ന് വെച്ചാൽ അധികം സ്ഥലത്ത് അങ്ങനെ സർവീസുകളല്ല 𝙂𝙑. അപ്പോൾ പിന്നെ മോർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 2500 എബോള ട്രാൻസാക്ഷൻസൊക്കെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് രണ്ടിലും സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കാനുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോണായിട്ട് എനിക്ക് മെയിൻ കോണായിട്ട് വരുന്നത് എനിക്ക് ആക്ച്വലി പ്രൈസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫിനിറ്റി കാർഡിൻ്റെ 5000 + GST എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹൈ പ്രൈസ്ഡായിട്ട് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലുള്ള ഓൾറെഡി ക്യാഷ് ബാക്ക് കാർഡിൽ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ആമസോൺ ICICI കാർഡും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ അവർ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ തന്നെ കാർഡും അതുപോലെ തന്നെ SBI ക്യാഷ് ബാക്ക് കാർഡൊക്കെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഒരു തീരെ എന്താ പറയുക പ്രൈസ് ജസ്റ്റിഫൈഡ് ആവാത്തൊരു ക്രെഡിറ്റ് കാർഡായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാൻ കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇതിൻ്റെ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു എന്താ പറയുക ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. അപ്പോൾ ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറയാം. പിന്നെ അതിൻ്റെ കാർഡിൻ്റെ ബിൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കാർഡ് കിട്ടിയാലും അറിയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഓൾറെഡി ആപ്ലിക്കേഷനൊന്നും എടുത്തു തുടങ്ങിയിട്ടില്ല. ഓൾറെഡി കമ്മിങ് സൂൺ ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് റീസെൻ്റ്ലി ഇറക്കിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത് പറയാനുള്ളത് നമ്മുടെ മെയിൻ എന്താ പറയുക ഇതിൻ്റെ ബാക്കിയുള്ള റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയാനുള്ളത് ഞാൻ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്യാഷ് ബാക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതിൽ നമുക്ക് ഇതിൽ മാത്രമല്ല ക്യാഷ് ബാക്ക് വരും. നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് 10 റിവാർഡ് പോയിന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബിഗ് ബാസ്ക്കറ്റിൽ മിന്ത്ര സൊമാറ്റോ അർബൻ കമ്പനിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും കിട്ടും. അത് ഇവരുടെ ആക്സിസ് ബാങ്കിന് നിങ്ങൾ ആക്സിസ് ബാങ്കിൻ്റെ വേറെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിലും ഈ സംഭവങ്ങൾ എന്താ പറയുക ബാധകമാണ്. എന്താ വെച്ചാൽ ഇതെല്ലാം അവരുടെ ടൈപ്പ് പാർട്ട്നേഴ്സാണ്. പിന്നെ ബാക്കിയുള്ള ആക്സിസ് ബാങ്കിൻ്റെ കാർഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ 1% ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് ഉണ്ട്. അതും മാക്സിമം 400 രൂപയുടെ മുകളിലാണ് കിട്ടുക. അതും വലിയ സ്പെഷ്യലൊന്നും അല്ല, നോർമൽ തന്നെയാണ്. അപ്പോൾ ഒരു ഓൾ ഓവർ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പറയാൻ വിട്ടുപോയത് നമ്മുടെ എന്താ പറയുക സിഗ്നേച്ചർ കാർഡിനാണെങ്കിൽ നമുക്ക് 15% നമുക്ക് ഡൈനിങ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അവരെ പ്രിഫേർഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ എന്താ പറയുക പാർട്ട്നർഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ. നമ്മുടെ ഇൻഫിനിറ്റി കാർഡാണെങ്കിൽ നമുക്ക് 25% കിട്ടുന്നുണ്ട്. അതാണ് ഒരു നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഒരു ക്യാഷ് ബാക്കിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ബാക്കി സ്പെഷ്യലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വേറെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് ഇവർ ഒന്നും ഇറക്കിയിട്ടില്ല. ജസ്റ്റ് സാംസങ് പർച്ചേസിന് മാത്രം 10% ക്യാഷ് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത് ക്ലിക്ക് ആവുന്നത്. എന്താ വെച്ചാൽ അതും പോരാത്തതിന് എന്താ വെച്ചാൽ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും വാങ്ങിച്ചാൽ കിട്ടില്ല. ജസ്റ്റ് നമ്മുടെ മെയിൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാത്രമാണ് ഓൺലൈനിൽ വാങ്ങിച്ചാൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സാംസങ് ഷോപ്പിൽ നിന്നും വാങ്ങിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്ന ബാക്കി ഏറ്റവും കൂടുതൽ എന്താ പറയുക സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒന്നെങ്കിൽ ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോഴ്സിലാണ്. ബാക്കിയുള്ള ഓഫ്ലൈൻ സ്റ്റോർ സാംസങ് സ്റ്റോർ അല്ലാണ്ട് ബാക്കിയുള്ള ഓഫ്ലൈൻ സ്റ്റോറാണ്. പക്ഷേ അതിലൊന്നും ഇവർ ആകെ ഫ്ലിപ്കാർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു വലിയൊരു വാല്യൂ ഫോർ മണി ക്രെഡിറ്റ് കാർഡായിട്ട് തോന്നിയില്ല. ആക്ച്വലി നമ്മുടെ ഇപ്പോൾ എന്താ പറയുക ബിഗിനർ കാർഡായാലും സിഗ്നേച്ചർ കാർഡായാലും വലിയ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡായതോ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റെക്കമെൻഡഡ് ക്രെഡിറ്റ് കാർഡായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് എന്തായാലും സാംസങ് പർച്ചേസ് നിങ്ങൾ കുറേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും റെക്കമെൻഡഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലേക്ക് ഫ്രിഡ്ജ് സാംസങ്ങിന് കുറേ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. ഫ്രിഡ്ജ് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ എല്ലാവരും ഒരേ ബ്രാൻഡ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഫാൻ ബോയ് അങ്ങനെ വല്ലതൊക്കെ ആവണം നല്ല കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണം. എന്ന് വെച്ചാൽ റീസെൻ്റ്ലി പുതിയ ഇറങ്ങിയ കാർഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ, ഒരു ദിവസമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളിത് കാർഡ് എടുക്കുമോ, അത് അപ്ലൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേസ്റ്റ് കാർഡാണോ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.